ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് ഈ ക്യാഷ്നട്ടും കിസ്മിസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ക്യാഷ്നട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ കിസ്മിസും കൂടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ക്യാഷ്നട്ടും കിസ്മിസും ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ അരി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരമണിക്കൂർ കുതിർത്തെടുത്ത് വേവിച്ചെടുത്തത്. ഉപ്പ്, ഗ്രാമ്പു, പട്ട, ഏലക്കായ കൂടി ചേർത്ത് വേവിച്ച് ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കും. 5-8 കഷ്ണം വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴന്നു വന്നാൽ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ബീൻസും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ബീൻസും ക്യാരറ്റും ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. 80% വേവിച്ചെടുത്ത റൈസാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വെജിറ്റബിളും റൈസും ഒക്കെ ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ക്യാഷ്നട്ടും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ഈസി ആയിട്ടും അതുപോലെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ റെസിപ്പി വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.